ആലപ്പുഴയിൽ കായംകുളം പുള്ളിക്കണക്കിൽ വീട്ടമ്മ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ ശ്രീനിലയത്തിൽ രാജേശ്വരിയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ശ്രീവത്സൻ പിള്ള പോലീസ് കസ്റ്റഡിയിലാണ്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, കൊലപാതക സാധ്യത പോലീസ് പറയുന്നുണ്ടോ? മനീഷ്, കേൾക്കാമോ? ആലപ്പുഴ കായംകുളം പുള്ളിക്കണക്കിലാണ് വീട്ടമ്മ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീനിലയത്തിൽ രാജേശ്വരിയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ശ്രീവത്സൻ പിള്ള പോലീസ് കസ്റ്റഡിയിലുമാണ്. മനീഷ്, കേൾക്കാമോ? ഇന്ന് രാവിലെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. രാവിലെ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്, കൃത്യം നടക്കുന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ശ്രീവത്സൻ പിള്ളയെ കായംകുളം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്നത്, ഈ രണ്ടുപേർ മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചത്. ഭാര്യയും ഭർത്താവാണ്. ഒരു വാടക വീടാണ്. മക്കൾ രണ്ടുപേരുണ്ടെങ്കിലും വീട്ടിൽ ഇന്നലെയും ഇന്നും വീട്ടിലില്ലായിരുന്ന സമയത്താണ് ഇവർക്ക് ഒത്തിരി കടബാധ്യതകളുണ്ട്. അങ്ങനെ രണ്ടുപേരും ചേർന്ന്, അതായത് ഇപ്പോൾ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട രാജേശ്വരിയും ഒപ്പം തന്നെ ഈ ശ്രീവത്സൻ പിള്ളയും കടബാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് ശ്രീവത്സൻ പിള്ളയുടെ മൊഴി. ഇയാൾ ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അങ്ങനെ ഇരുവരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. തൂങ്ങി മരിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ കൂടി പക്ഷേ ആദ്യം ഈ രാജേശ്വരി തൂങ്ങി മരിച്ചു. പിന്നീട് ഇയാൾക്ക് ആ മനോബലം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകം. അത് ആദ്യം ഇയാൾ സാധാരണ തൂങ്ങി മരണമല്ല, കഴുത്തിന് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതായത് കൊലപാതകം നടത്തിയ ശേഷം കെട്ടി തൂക്കുകയായിരുന്നുള്ള സംശയം പോലീസിനുണ്ട്. സ്വാഭാവികമായി അവർ തൂങ്ങി മരിച്ചതല്ല, ഇയാൾ കൊലപ്പെടുത്തിയ ശേഷം കെട്ടി തൂക്കിയതാണെന്നുള്ള സംശയമുണ്ട്. ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഇരുവരും വാഹന അപകടത്തിൽപ്പെട്ട് മരിക്കാൻ എന്ന രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് കുറച്ചുനേരം നടന്നു. പക്ഷെ തിരിച്ചു വന്ന ശേഷം ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നാട്ടുകാരോട് ശ്രീവത്സൻ പിള്ള തന്നെയാണ് ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങി മരിച്ചതാണെന്നുള്ള വിവരം പറഞ്ഞത്. പോലീസ് വിശദമായി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ രീതിയിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ ഭാര്യയെ കാണുകയും ചെയ്തതാണെന്ന് സമ്മതിച്ചത്. പക്ഷേ പോലീസിന് ശക്തമായ തെളിവുകൾ ഇത് സംബന്ധിച്ച് ഇയാൾ കൊലപ്പെടുത്തിയതാണെന്നുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് രാവിലെയാണ് കായംകുളം പുള്ളിക്കണക്കിലാണ് ശ്രീനിലയത്തിൽ 48-കാരി രാജേശ്വരിയെ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയത്. ഭർത്താവ് 58 വയസ്സുകാരനായ ശ്രീവത്സൻ പിള്ള നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഹാഷ്മി. മനീഷ് മഹിപാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൊലപാതക സാധ്യത പോലീസ് പറയുന്നുണ്ട്.